എസെക്കിയേൽ അധ്യായം 29. ഈജിപ്തിനെതിരെ. 10-ാം വർഷം 10-ാം മാസം 12-ാം ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്തിന് മുഴുവനുമെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോ, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്കെതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും. നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും. നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്നു വീഴും. ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവ് ചെയ്യുകയോ ഇല്ല. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും നിന്നെ ഞാൻ ഇരയാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീ ഒരു ഞാങ്ങണവടിയായിരുന്നു. അവർ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ തോൾ കീറി. അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ നടുവ് ഇളകിപ്പോയി. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ വാളയക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും. ഈജിപ്ത് വിജനവും ശൂന്യവുമാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. നൈൽ എൻ്റേതാണ്, ഞാനാണ് അതുണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെവോനെ ഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും. മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല. 40 വർഷത്തേക്ക് അതിൽ ആരും വസിക്കുകയില്ല. നിർജ്ജന ദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും. ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ 40 വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ചിതറിപ്പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് 40 വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചു കൂട്ടും. അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. തങ്ങളുടെ ജന്മദേശമായ പാത്രോസിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവിടെ അവർ ഒരു എളിയ രാജ്യമാകും. അത് മറ്റെല്ലാ രാജ്യങ്ങളെയുംകാൾ എളിയതായിരിക്കും. ഇനി ഒരിക്കലും അത് മറ്റ് ജനതകളുടെ മേൽ ഉയരുകയില്ല. അവരെ ഭരിക്കാനാവാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കും. ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല. എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 27-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ടയറിനെതിരെ തൻ്റെ സൈന്യത്തെ കൊണ്ട് കഠിനമായി പൊരുതിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞുപോയി. എന്നിട്ടും അവനോ അവൻ്റെ സൈന്യത്തിനോ ടയറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന് ഞാൻ നൽകും. അവൻ അവിടത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും. അവൻ അവിടം കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും. ഇതായിരിക്കും അവൻ്റെ സൈന്യത്തിൻ്റെ പ്രതിഫലം. അവൻ്റെ കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരിക്കുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാനൊരു കൊമ്പ് മുളപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ നിന്റെ വായ് തുറക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ അധ്യായം 30. ഈജിപ്തിന് ശിക്ഷ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിലവിളിക്കുക. അതാ ദുരിതത്തിൻ്റെ ദിവസമടുത്തു. കർത്താവിൻ്റെ ദിനം സമാഗതമായി. അത് കാർമൂടിയ ദിവസമായിരിക്കും. ജനതകളുടെ നാശമുഹൂർത്തമാണത്. ഈജിപ്തിൻ്റെ മേൽ വാൾ പതിക്കും. എത്യോപ്യ കഠിനവേദനയാൽ പിളയും. ഈജിപ്തിൽ ജനം നിഹനിക്കപ്പെടുകയും ധനം അപഹരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എത്യോപ്യ, പുത്ത്, ലൂദ്, അറേബ്യ, ലിബിയ എന്നിവയും
സഖ്യദേശങ്ങളും അവരോടൊപ്പം വാളിനിരയാകും. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലം പതിക്കും. അവളുടെ ഉദ്ധിത വീര്യം നശിക്കും. മിഗ്ദോൽ മുതൽ സെവേന വരെയുള്ളവൻ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിർജ്ജന രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമാകും. ശൂന്യ നഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കുകയും അവളുടെ സഹായകർ രക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. അപകടഭീതിയില്ലാത്ത എത്യോപ്യരെ പരിഭ്രാന്തരാക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്ത് നിന്ന് കപ്പലുകളിൽ പുറപ്പെടും. ഈജിപ്തിൻ്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും. അതാ അത് വന്നു കഴിഞ്ഞു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ കരങ്ങൾ ഈജിപ്തിൻ്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും. ഈജിപ്ത് നശിപ്പിക്കപ്പെടേണ്ടതിന് അവനെയും അവൻ്റെ കൂടെയുള്ളവരെയും ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായി തന്നെ ഞാൻ കൊണ്ടുവരും. ഈജിപ്തിനെതിരെ അവർ വാളൂരും. മൃതശരീരങ്ങളാൽ ദേശം നിറയും. ഞാൻ നൈൽ വറ്റിച്ചു കളയും. നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും. വിജാതിയരുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും. കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും. മെംഫിസിലെ പ്രതിമകൾ ഉടച്ചു കളയും. ഈജിപ്തിൽ ഇനിമേലൊരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും. സോവാനെ അഗ്നിക്കിരയാക്കും. തേബസിൽ ന്യായവിധി നടത്തും. ഈജിപ്തിൻ്റെ ശക്തിദുർഗമായ സിനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. തോബസിലെ ജനങ്ങളെ നിഗ്രഹിക്കും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും. സീൽ തീവ്രവേദന അനുഭവിക്കും. തേബസ് ഭേദിക്കപ്പെടും. അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. ഓനിലെയും പിബേസത്തിലെ യുവാക്കൾ വാളിനിരയാക്കും. ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിബദിക്കും. നെഹസിൽ വച്ച് ഈജിപ്തിൻ്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടു പോകും. അവളുടെ ശക്തി ദുർഗം അവസാനിക്കും. അവളെ മേഘം മൂടും. അവളുടെ പുത്രിമാർ അടിമകളാകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 11-ാം വർഷം 11-ാം മാസം 7-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിൽ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാൻ അത് വെച്ച് കെട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവൻ്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും. അവൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും. നിന്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവൻ്റെ മുൻപിൽ ഞരങ്ങും. ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തളർത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവനത് ഈജിപ്തിനെതിരെ ഉയർത്തും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എസെക്കിയേൽ അധ്യായം 31. ഈജിപ്ത് ഒരു ദേവദാരു. 11-ാം വർഷം 3-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയോടും അവൻ്റെ ജനത്തോടും പറയുക, പ്രതാപത്തിൽ നീ ആർക്ക് തുല്യനാണ്? മനോഹരമായ ശാഖകൾ വീശി ഇലതൂർന്ന് ഉയരമേറിയ ലെബനോനിലെ ദേവദാരു പോലെയാണ് നീ. അതിൻ്റെ അഗ്രം മേഘങ്ങളെ മുട്ടി നിന്നു. ജലം അതിനെ പോറ്റി. അത് നട്ടിരുന്ന സ്ഥലത്തിനു ചുറ്റും തൻ്റെ നദികളെ ഒഴുക്കി. വനത്തിലെ വൃക്ഷങ്ങൾക്കെല്ലാം ജലം പകർന്ന് ആഴി അതിനെ ഉയരത്തിൽ വളർത്തി. അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെക്കാൾ അത് വളർന്നു പൊങ്ങി. ശാഖകളുണ്ടാകുന്ന സമയത്ത് ധാരാളം വെള്ളമുണ്ടായിരുന്നത് കൊണ്ട് അവ വളർന്ന് നീണ്ടു. അതിൻ്റെ ശാഖകളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടി. കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി. അതിൻ്റെ തണലിൽ വലിയ രാജ്യങ്ങളെല്ലാം പുലർന്നു. വലിപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് മനോഹരമായിരുന്നു. അതിൻ്റെ വേരുകൾ ആഴത്തിൽ സമൃദ്ധമായ ജലത്തിനടുത്തെത്തി. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിന് കിടയായിരുന്നില്ല.
സരളവൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകൾക്ക് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമായിരുന്നില്ല. മനോഹാരിതയിൽ അതിന് തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇല്ലായിരുന്നു. ശാഖാബാഹുല്യത്താൽ അതിനെ ഞാൻ സുന്ദരമാക്കി. ദൈവത്തിൻ്റെ തോട്ടമായ ഏദെനിലുണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് വളർന്നുയർന്നു മേഘങ്ങളെ ഉരുമുകയും ആ വളർച്ചയിൽ അഹങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനതകളിൽ ശക്തനായവൻ്റെ കരങ്ങളിൽ ഞാൻ അതിനെ ഏൽപ്പിക്കും. അതിൻ്റെ ദുഷ്ടതയ്ക്കർഹമായ വിധം അവൻ അതിനോട് പ്രവർത്തിക്കും. ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനതകളിൽ വച്ച് ഏറ്റവും ക്രൂരന്മാരായ വിദേശികൾ അത് വെട്ടി നശിപ്പിക്കും. എല്ലാ മലകളിലും താഴ്വരകളിലും അതിൻ്റെ ശാഖകൾ വീഴും. അതിൻ്റെ കൊമ്പുകൾ രാജ്യത്തെ എല്ലാ നദിയുടെയും കരയിൽ ഒടിഞ്ഞുകിടക്കും. ഭൂമിയിലെ എല്ലാ ജനതകളും അതിൻ്റെ തണൽ വിട്ടുപോകും. അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടും. വന്യമൃഗങ്ങൾ അതിൻ്റെ ശാഖകൾക്കിടയിൽ പാർക്കും. ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തൻ്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുന്നതിനും തൻ്റെ അഗ്രം മേഘങ്ങൾ വരെ ഉയർത്താതിരിക്കുന്നതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിൽ എത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. എന്തെന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്യരോടൊപ്പം ഭൂമിയുടെ അധോഭാഗത്തിന് മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആഴം അതിനെ ചൊല്ലി വിലപിക്കാൻ ഞാൻ ഇടയാക്കും. അതിൻ്റെ നദികളെ ഞാൻ തടഞ്ഞു നിർത്തും. ജലപ്രവാഹങ്ങൾ നിലയ്ക്കും. അതിനെക്കുറിച്ചുള്ള ദുഃഖം ലെബനോനെ ആവരണം ചെയ്യും. തന്മൂലം വയലിലെ വൃക്ഷങ്ങളെല്ലാം വാടിപ്പോകും. പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം ഞാൻ അതിനെ അധോലോകത്തേക്ക് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ പതനത്തിൻ്റെ മുഴക്കത്തിൽ ജനതകൾ നടുങ്ങിപ്പോകും. ഏദനിലെ വൃക്ഷങ്ങൾക്ക്, ലെബനോനിലെ ശ്രേഷ്ഠമായ മരങ്ങൾക്ക്, സുഭിക്ഷമായ ജലം വലിച്ചെടുത്ത് വളരുന്ന വൃക്ഷങ്ങൾക്ക് അധോലോകത്തിൽ ആശ്വാസം ലഭിക്കും. അതിനോടൊപ്പം അതിൻ്റെ തണലിൽ വസിച്ചിരുന്ന ജനതകളും പാതാളത്തിലേക്ക് വാളിനിരയായവരുടെ അടുത്തേക്ക് പോകും. ഏദനിലെ ഏത് വൃക്ഷത്തോടാണ് മഹത്വത്തിലും പ്രതാപത്തിലും നിനക്ക് തുല്യത? അവിടുത്തെ വൃക്ഷങ്ങളോടൊപ്പം നീയും അധോലോകത്തേക്ക് എറിയപ്പെടും. വാളിനിരയായവരോടുകൂടെ അപരിച്ഛേദിതരുടെ ഇടയിൽ നീ കിടക്കും. ഇതാണ് ഫറവോയ്ക്കും അവൻ്റെ ജനത്തിനും സംഭവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസെക്കിയേൽ അധ്യായം 32. ഈജിപ്ത് ഒരു ഘോരസത്വം. 12-ാം വർഷം 12-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് വേണ്ടി നീ ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ജനതകളുടെ ഇടയിൽ ഒരു സിംഹമായി നീ നിന്നെ കണക്കാക്കുന്നു. എന്നാൽ നീ കടലിലെ ഘോരസത്വം പോലെയാണ്. നീ നിന്റെ നദികളിൽ ചാടി വെള്ളം ചവിട്ടിക്കലക്കി അവരുടെ നദികൾ മലിനമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അനേകം ജനതകളുമായി വന്ന് ഞാൻ നിന്റെ മേൽ വല വീശും. അവർ നിന്നെ വലിച്ചു പുറത്തിടും. നിന്നെ ഞാൻ നിലത്തെറിയും. തുറസായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ ചുഴറ്റിയെറിയും. ആകാശത്തിലെ എല്ലാ പറവകളും നിന്റെ മേൽ പറന്നു വീഴുന്നതിനും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും നിന്നെ തിന്ന് തൃപ്തരാകുന്നതിനും ഞാൻ ഇടവരുത്തും. നിന്റെ മാംസം ഞാൻ പർവ്വതങ്ങളിൽ വിതറും. താഴ്വരകൾ നിന്റെ പിണം കൊണ്ട് ഞാൻ നിറയ്ക്കും. നിന്റെ രക്തമൊഴുക്കി ഞാൻ ഭൂമിയെ മലകൾ വരെ കുതിർക്കും. നീർച്ചാലുകൾ നിന്നെ കൊണ്ട് നിറയും. നിന്നെ നിർമാർജനം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടിക്കളയും. നക്ഷത്രങ്ങളെ അന്ധകാരമയമാക്കും. സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും. നിന്റെ ദേശം അന്ധകാരത്തിലാഴ്ത്തും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് അജ്ഞാതമായ രാജ്യങ്ങളിലേക്ക്, ജനതകളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും. അനേകർ നിന്നെ കണ്ട് സ്തബ്ധരാകുന്നതിന് ഞാൻ ഇടയാക്കും. അവർ കാണുകെ ഞാൻ വാൾ വീശുമ്പോൾ അവരുടെ രാജാക്കൾ നിന്നെ പ്രതി പ്രകമ്പതരാകും. നിന്റെ പതന ദിവസം എല്ലാവരും തങ്ങളുടെ ജീവനെ ചൊല്ലി ഓരോ നിമിഷവും വിറകൊള്ളും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
ബാബിലോൺ രാജാവിൻ്റെ വാൾ നിന്റെ മേൽ പതിക്കും. നിന്റെ ജനക്കൂട്ടത്തെ മുഴുവൻ ശക്തന്മാരുടെ വാളിന് ഞാൻ ഇരയാക്കും. ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരാണ് അവരെല്ലാം. ഈജിപ്തിൻ്റെ അഹങ്കാരം അവർ അവസാനിപ്പിക്കും. അവിടുത്തെ ജനം മുഴുവൻ നശിച്ചു പോകും. ജലാശയങ്ങളുടെ അരികിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. മനുഷ്യൻ്റെ പാദങ്ങളോ മൃഗങ്ങളുടെ കുളമ്പുകളോ മേലിൽ അവയെ കലക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ ജലം തെളിമയുള്ളതാക്കും. അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാൻ ഇടയാക്കും. ഈജിപ്തിനെ ഞാൻ വിജനമാക്കുകയും ദേശത്തുള്ളതെല്ലാം നശിപ്പിച്ച് അതിനെ ശൂന്യമാക്കുകയും അതിലെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ആലപിക്കാനുള്ള ഒരു വിലാപമാണിത്. ജനതകളുടെ പുത്രിമാർ ഈജിപ്തിനെയും അവളുടെ എല്ലാ ജനങ്ങളെയും കുറിച്ച് ഇത് ആലപിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ജനതകൾ പാതാളത്തിൽ. 12-ാം വർഷം 1-ാം മാസം 15-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക. അവളെയും ശക്തരായ ജനങ്ങളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരോടുകൂടെ അധോലോകത്തിലേക്ക് തള്ളിയിടുക. സൗന്ദര്യത്തിൽ ആരെയാണ് നീ അതിശയിക്കുക? താഴെ ചെന്ന് അപരിച്ഛേദിതരുടെ കൂടെ കിടക്കുക. വാളിനിരയായവരുടെ മധ്യേ അവർ ചെന്ന് വീഴും. അവളോടൊപ്പം അവളുടെ ജനവും കിടക്കും. ശക്തന്മാരായ പ്രമാണികൾ അവരുടെ സഹായകരോടുകൂടെ പാതാളത്തിൻ്റെ മധ്യേ നിന്ന് അവരെ പറ്റി ഇങ്ങനെ പറയും, അവർ താഴത്തെത്തിയിട്ടുണ്ട്. വാളിനിരയാക്കപ്പെട്ട അപരിച്ഛേദിതരായ അവർ നിശ്ചലരായി കിടക്കുന്നു. അസീറിയ അവിടെയുണ്ട്. അവളുടെ വാളേറ്റു മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശവക്കുഴികളിൽ അവൾക്ക് ചുറ്റും കിടക്കുന്നു. അവരുടെ ശവകുടീരങ്ങൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു. അവളുടെ കൂട്ടം അവളുടെ ശവക്കുഴിക്ക് ചുറ്റുമുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റു മരിച്ചു കിടക്കുന്നു. ഏലാമും അവിടെയുണ്ട്. അവളുടെ ശവകുടീരത്തിനു ചുറ്റും അവളുടെ ജനക്കൂട്ടവും ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റു മരിച്ച് അപരിച്ഛേദിതരായി അധോലോകത്തിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിച്ചവരോടൊപ്പം അവർ അപമാനിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അവർ അവൾക്ക് കിടക്ക ഒരുക്കി. വാളേറ്റു മരിച്ച അപരിച്ഛേദിതരായ അവളുടെ ജനങ്ങളുടെ ശവകുടീരങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട്. എന്തെന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ ഇന്ന് ലജ്ജിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ കൂടെയാണ് അവർക്ക് ഇടം ലഭിച്ചത്. മേശേക്കും തൂബാലും അവിടെയുണ്ട്. അവരുടെ ജനസമൂഹത്തിൻ്റെ ശവകുടീരങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം അപരിച്ഛേദിതരും വാളിനിരയായവരുമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയവരാണ് അവർ. വാളുകൾ തലയ്ക്ക് കീഴെയും പരിചകൾ അസ്ഥികളുടെ മുകളിലും വെച്ച് പടക്കോപ്പുകളോടെ പാതാളത്തിലേക്ക് പോയ വധിക്കപ്പെട്ട അപരിച്ഛേദിതരായ വീരന്മാരുടെ കൂട്ടത്തിൽ അവർ കിടക്കുകയില്ല. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ശക്തന്മാരായ അവർ ഭീഷണിയായിരുന്നു. അപരിച്ഛേദിതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ നിങ്ങൾ തകർന്നു കിടക്കും. ഏദോമും അവളുടെ രാജാക്കന്മാരും എല്ലാ പ്രഭുക്കന്മാരും അവിടെയുണ്ട്. എല്ലാ ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വാളിനിരയായ അപരിച്ഛേദിതരുടെയും പാതാളത്തിൽ പതിച്ചവരുടെയും കൂടെ കിടക്കുന്നു. വടക്കു നിന്നുള്ള പ്രഭുക്കന്മാരും സീദോന്യരും അവിടെയുണ്ട്. തങ്ങളുടെ ശക്തിയാൽ ഭീതിയുളവാക്കിയവരെങ്കിലും അവരും വധിക്കപ്പെട്ടവരോടുകൂടെ ലജ്ജിതരായി താഴേക്കിറങ്ങിയിരിക്കുന്നു. അവർ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ പാതാളത്തിൽ പതിക്കുന്നവരുടെ അപമാനം സഹിച്ച് അപരിച്ഛേദിതരായി കഴിയുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനിരയാക്കപ്പെട്ട ഫറവോയും അവൻ്റെ സൈന്യവും അവരെ കാണുമ്പോൾ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആശ്വാസം കൊള്ളും. ജീവിക്കുന്നവരുടെ ദേശത്ത് അവൻ ഭീതി പരത്തി. എന്നാൽ ഫറവോയും അവൻ്റെ ജനവും അപരിച്ഛേദിതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ കിടക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.